എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ആ കുട്ടികളൊക്കെ ഒന്ന് മുമ്പിലോട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ എനിക്ക് അവരുമായിട്ട് കുറച്ച് സംവദിക്കായിരുന്നു. നിങ്ങളെല്ലാവരും മുന്നിലേക്ക് വാ. കാരണം ബാക്കിയുള്ളവരൊക്കെ പോയി, ഇനിയിപ്പോൾ നിങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പ്രസംഗമൊന്നുമില്ല, നമുക്കൊരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് മാറ്റാം. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ PTA പ്രസിഡൻറ്റ് ശ്രീ N. നമിഷാദ്, ഈ സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ആലപ്പുഴയുടെ MP ശ്രീ KC വേണുഗോപാൽ, ഇതിൻ്റെയൊക്കെ ചാലകശക്തിയായി നിന്ന് പ്രവർത്തിച്ച സർ സോഹൻ റോയ്, കൊല്ലം പാർലമെൻറ്റ് MP ശ്രീ NK പ്രേമചന്ദ്രൻ അവർകൾ, മറ്റു ഭാരവാഹികൾ, മറ്റ് ജനപ്രതിനിധികൾ, എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും, കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എൻ്റെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം സാദര പ്രണാമം. ഞാൻ ഈ നേരത്തെ ഇവിടെ എന്നെക്കുറിച്ച് പലരും പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ത്യയിലും വിദേശത്തും പല വേദികളിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ അഭിമാനം തോന്നുന്നൊരു നിമിഷത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. കാര്യം ഞാൻ പഠിച്ചു വളർന്നത്, എൻ്റെ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു വളർന്ന ഈ സ്കൂൾ, എന്നെ ഞാനാക്കിയ, എൻ്റെ ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിച്ച ഈ സ്കൂളിലേക്ക് ഒരു തിരിച്ചുവരവ് നിങ്ങളെല്ലാവരെയും കാണുക. നമ്മുടെ 1982 ബാച്ചിലെ പല ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പലരെയും ഞാൻ കണ്ടു, പലരെയും കാണാൻ ഇനി ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഒരു വളരെ സന്തോഷം തരുന്ന നിമിഷമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശത്താൽ പവിത്രമായ ഈ മണ്ണ്, ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ശരിക്കും ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റിയതാണ്. എന്തോ മുജ്ജന്മ സുഹൃതമായിരിക്കാം ഞാൻ ഇവിടെ പഠിച്ചത്. കാര്യം ഗുരുദേവൻ്റെ പാദസ്പർശമേറ്റ ഈ മണ്ണാണ് ഗുരുദേവനിലോട്ട് എന്നെ അടുപ്പിച്ചതും ഗുരുദേവനെക്കുറിച്ച് അറിയാനും ഗുരുദേവൻ്റെ സന്ദേശങ്ങളും ഗുരുദേവൻ്റെ തത്വശാസ്ത്രങ്ങളും ഒക്കെ കുറിച്ച് കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സർ സോഹൻ റോയ് പറഞ്ഞതിനോട്ട് മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന ആ ഒരു ഗുരുദേവ ദർശനം, അത് ജീവിതത്തിൽ നടപ്പാക്കാൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ 1982 ഇവിടുന്ന് പാസ്സാകുന്നത്. അതിനുശേഷം ഞാൻ ക്ലാപ്പനയോട് നിന്ന് യാത്രയായതാണ്. 2 വർഷം ഞാൻ കൊല്ലത്ത് പഠിച്ചപ്പോഴൊക്കെ ഞാൻ ചവറയിലായിരുന്നു താമസിച്ചിരുന്നത്. 17ാമത്തെ വയസ്സിൽ ഞാൻ ബോംബെ പോയതാണ്. ഇപ്പോൾ ഏകദേശം 40 വർഷമായിട്ട് ഞാൻ ബോംബെയിലാണ്. പക്ഷേ എപ്പോൾ പോലും ലോകത്ത് എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലേക്ക് വരിക, അതിൻ്റെ ഒരു സന്തോഷം അത് വേറൊന്നു തന്നെയാണ്. നാടും ബന്ധുക്കളും നാട്ടുകാരും നമ്മുടെ സ്കൂളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ എപ്പോഴും ഞാനിതിനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്രൊജക്റ്റുകളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ശരിക്കും നിർഭാഗ്യവശാൽ കോവിഡും മറ്റുള്ള ചില കാര്യങ്ങളും കൊണ്ട് അത് നടക്കാതെ പോയി. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്തെങ്കിലും സ്കൂളിന് വേണ്ടിയിട്ട് ചെയ്യണം. എപ്പോഴും നമ്മുടെ ഗീത ടീച്ചർ, ഞാനിതിന് എൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് ഗീത ടീച്ചർക്കാണ്. കാര്യം എപ്പോൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും സ്കൂളിൻ്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നത്. കാര്യം ശരിക്കും ആ ഒരു സിൻസിയാറിറ്റി ഞാൻ അങ്ങനെ ആരെങ്കിലും അധികം കാണാറില്ല. കാര്യം നമ്മൾ ചെയ്യുന്ന സ്ഥാപനം, അതിനോടുള്ള ആ ഒരു കടപ്പാട്, ആ ഒരു സിൻസിയാറിറ്റി ഉണ്ടല്ലോ, അത് ശരിക്കും ടീച്ചർ, പിന്നെ ബാക്കിയുള്ള എല്ലാ മാനേജ്മെൻറ്റ് അംഗങ്ങളായാലും ടീച്ചേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ എപ്പോഴും അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞൊരു ഗുരുനിയോഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാര്യം ഞാൻ ഈ സോഹൻ റോയ് സാറിൻ്റെ വീട്ടിൽ പോയതും ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതും, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതേമാതിരി ഒരു തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഇതേമാതിരി 3D എഫക്റ്റിൽ ഈ കാര്യങ്ങൾ കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് തോന്നിയതാണ്, നമ്മുടെ സ്കൂളുകളിൽ ഇത് എന്തുകൊണ്ട് നമുക്ക് നടത്താൻ സാധിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ശിവഗിരി തീർത്ഥാടനത്തിന് ഗീതയ്ക്കും ഷാനോസണ്ണനും കൂടെ ശിവഗിരി തീർത്ഥാടനത്തിന് വരുമ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനൊരു പ്രൊജക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് പോയിട്ടൊന്ന് കണ്ടിട്ട്, ട്രിവാൻഡ്രത്തവരുടെ ഒരു മോഡൽ സ്കൂളുണ്ട്, അത് കണ്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് എന്നും എനിക്കൊരു 10 മെസ്സേജ് അയക്കും, വോയിസ് ക്ലിപ്പ് കണ്ടതിന് ശേഷം. അപ്പം എന്തായാലും ഇതെല്ലാം ഗുരുനിയോഗമായിട്ട് ഇതിവിടെ സാധിച്ചു. വളരെ സന്തോഷം ഈ കാര്യങ്ങളൊക്കെ നടന്നതില്ല. ശരിക്കും വിജ്ഞാനത്തോടൊപ്പം വിനോദം. ഞാൻ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്.
ഇപ്പം ഞാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കേരളത്തെക്കുറിച്ചാണെങ്കിലും ഇന്ത്യയെക്കുറിച്ചൊക്കെ ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ്. ഇന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാനതാണ് പറഞ്ഞത്, നിങ്ങൾ കുട്ടികൾ മുന്നിലേക്ക് വരണം. നിങ്ങളാണ് ഇന്ത്യയുടെ ഭാവി. ഇന്ന് ലോകത്തിലെ ഏറ്റവും യുവാക്കളായിട്ടുള്ള ജനവിഭാഗം വസിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. നിങ്ങൾക്കാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും എന്ത് നിങ്ങൾ ചിന്തിക്കുന്നു, എന്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ ലോകത്തിലെ 5ാമത്തെ എക്കോണമിയായി ഇനി 3ാമത്തെ എക്കോണമി ആകുമെന്നൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ വളരെ വളരെ വലുതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 1 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇന്ത്യയിൽ ഏകദേശം 25%. നിങ്ങളുടെ പ്രായം 14 തൊട്ട് 24 വയസ്സ് വരെയുള്ള ആൾക്കാർ 32% ആൾക്കാരുള്ള. ഇന്ന് ലോകത്തിൻ്റെ ഒരു രാജ്യത്തും അത്രയും ജനസംഖ്യയിൽ യങ്ങസ്റ്റ് ആയിട്ടുള്ളതല്ല. ഇന്ത്യയുടെ ജനവിഭാഗത്തിൻ്റെ 35 വയസ്സിന് താഴെയുള്ളവർ ഏകദേശം 65,000 ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 146 കോടി ജനതയിൽ ഏകദേശം 80 കോടിയിലധികം യുവാക്കളാണ്. നിങ്ങൾക്ക് ഇന്ന് ലോകം മുഴുവനും ഏജിങ് പോപ്പുലേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മളുടെ സിലബസിനകത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടാനോ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ത്യ ഒരു വാസ്റ്റായിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യൂറോപ്പിനെ കുറിച്ചൊക്കെ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യും. യൂറോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ അത്രയൊക്കെയുള്ളതാണ് ഓരോരോ രാജ്യങ്ങൾ. അപ്പോൾ അവിടെ അതൊരു കാര്യം നടത്താനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഈസിയാണ്. പക്ഷേ ഇന്ത്യ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നമ്മൾ എത്തിപ്പെടണമെങ്കിൽ തന്നെ ബൈ റോഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴ്ചകളെടുക്കും. അപ്പോൾ അത്രയും വലിയൊരു രാജ്യത്ത് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം നടത്തിലാക്കുക. കാര്യം 34 വർഷം എടുത്ത് നമ്മുടെ ഈ പുതിയ വിദ്യാഭ്യാസ നയം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 34 വർഷങ്ങൾക്ക് ശേഷമാണ് വന്നത്. അപ്പോൾ പണ്ട് ഡ്രാഫ്റ്റ് ചെയ്ത സിലബസ് അനുസരിച്ചിട്ടാണ്, നമ്മൾ കരിക്കുലം അനുസരിച്ചിട്ടാണ് ഇപ്പോഴും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയും തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഡെയിലി 1 മണിക്കൂറെങ്കിലും ഇന്ന് ഇൻ്റർനെറ്റ്, AI, ജെമിനി, ചാറ്റ് GPT ഇങ്ങനെയുള്ള എല്ലാ സാങ്കേതിക വിദ്യകളിലും നമ്മുടെ കൈവശമുണ്ട്. ഒരു ദിവസം മിനിമം ഒരു മണിക്കൂറെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. കാര്യം ഓരോ ദിവസവും നിങ്ങൾ എന്താണ് ലോകത്ത് നടക്കുന്നത്, നിങ്ങൾക്ക് എന്താണ്, ഏത് ഫീൽഡിലാണ് നിങ്ങൾക്ക് ഇഷ്ടം. ഇപ്പോൾ നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ കാര്യമായിട്ട് അറിയാം. ഇപ്പോൾ കോഡിങ്ങോ അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ്, പക്ഷേ വരാൻ പോകുന്ന തലമുറയോ അല്ലെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിലോ അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ AI ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളിലേക്കാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ വേണ്ടത്. അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ 3D തിയേറ്റർ ക്ലാസ് റൂം ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ഈ ഉദ്ഘാടനം ശരിക്കും അന്ന് ശ്രീ NK പ്രേമചന്ദ്രൻ പറഞ്ഞ മാതിരി അത് വീക്ഷിച്ചവർക്കൊക്കെ അറിയാം. കേവലം 3.5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ ഓരോരോ കാര്യങ്ങൾ, ഇവൻ എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു നമ്മുടെ ലെങ്സിന് ഇങ്ങനെ 3 പാർട്ട് റൈറ്റ് സൈഡിലും 2 പാർട്ട് ലെഫ്റ്റ് സൈഡിലെന്നുള്ളത്. നമ്മളൊക്കെ സയൻസ് പ്രീ ഡിഗ്രി വരെയൊക്കെ പഠിച്ചിട്ട് പോയത്. പക്ഷേ ഇന്നാണ് എനിക്ക് പോലും ആ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര നല്ല, ഇപ്പോൾ എന്തെല്ലാം സബ്ജക്റ്റ്, ഇപ്പോൾ സയൻസ് ആണെങ്കിലോ മാത്തമാറ്റിക്സ് ആണെന്നുണ്ടെങ്കിലോ അഗ്രികൾച്ചറിലാണെങ്കിലും എന്ത് കാര്യങ്ങളും. ഇപ്പോൾ അഗ്രികൾച്ചറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 9% അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ വരുന്ന അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% മാത്രമേ ഉള്ളൂ. ആ ഫീൽഡിലേക്ക് ആരും പഠിക്കാൻ പോകുന്നില്ല. അപ്പോൾ അവർക്ക് ജോലി കിട്ടാൻ സാധ്യത, അഗ്രികൾച്ചറിൻ്റെ അകത്ത് ഏതെങ്കിലും ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ചെയ്ത് ഒരു കുട്ടിക്ക് ജോലി ഇല്ലയെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എഞ്ചിനീയറിംഗ് പഠിച്ച് വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അത്രയ്ക്കേറെ എഞ്ചിനീയേഴ്സാണ്. അവരുടെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എംപ്ലോയബിൾ അല്ല. പക്ഷേ എംപ്ലോയബിൾ ആയിട്ടുള്ള ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളിലേക്കായിരിക്കണം നമ്മളുടെ പഠനത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിങ്ങളെല്ലാവരും 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. നിങ്ങളുടെ എല്ലാം ഈ ടീനേജ് 13 തൊട്ട് 19 വയസ്സ് വരെയുള്ള ആ സമയത്ത് നിങ്ങളുടെ
ഹോർമോൺ ഡീവിയേഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഈ 13 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെ ഫേസ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളുടെ എപ്പോഴും നിങ്ങൾക്ക് റോൾ മോഡൽ ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത്. പേരൻസിനെ നിങ്ങൾ കേൾക്കാറേ ഇല്ല. 12 വയസ്സ് വരെയുള്ള സമയങ്ങളിലായിരിക്കണം കുട്ടികളെ നമ്മൾ ശരിക്കും കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ തലയിലേക്ക് കയറ്റേണ്ടത്. അവിടെയാണ് ശ്രീനാരായണ ഗുരു ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത്, ഈ വൊക്കേഷണൽ ട്രെയിനിങ് 10 വയസ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഗുരു 1928 പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എഡ്യൂക്കേഷൻ പോളിസിക്കകത്ത് 6ാം ക്ലാസ് തൊട്ട് വൊക്കേഷണൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 6ാം ക്ലാസ് എന്ന് പറയുമ്പോൾ കുട്ടി 11ാമത്തെ വയസ്സിലെത്തുന്നത്. 11 വയസ്സും 12 വയസ്സും ആകുമ്പോഴത്തേക്ക് അവരുടെ ബേസ് ആകും. ഈ ബേസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു ബേസാണ് മസ്റ്റായിട്ട് വേണ്ടത്. നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, അതെല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ട് എക്സാമിന് എഴുതും, മാർക്ക് കിട്ടും, തിരിച്ചു പോകും. പക്ഷേ ഏതെങ്കിലും ഒരു കുട്ടി, എനിക്ക് പല എക്സ്പീരിയൻസ് ഉണ്ട്. 2 ദിവസത്തിന് മുമ്പ് ഞങ്ങളൊരു ക്ലയൻറ്റിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആ പാനലിനകത്ത് ഞാനിരിപ്പുണ്ട്. ആ ക്ലയൻറ്റ് ചോദിച്ച് എഞ്ചിനീയറിങ്ങിന് എത്ര സെമസ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ആ കുട്ടിക്ക് പറയാനറിയത്തില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വന്ന ആളാണ്, പക്ഷെ ഒരുപക്ഷെ മറന്നുപോയി കാണും. എന്നിട്ട് ഫസ്റ്റ് സെമസ്റ്ററിലെ സബ്ജക്റ്റുകൾ പറയാൻ പറഞ്ഞു, അറിയത്തില്ല സാർ, അത് അന്ന് പഠിച്ചില്ല, പിന്നെ ഇപ്പം ഇതിനെ ഓർത്തിരിക്കണ്ടേന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതാണ് സിറ്റുവേഷൻ. അപ്പം നമ്മൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കും നമ്മുടെ സമൂഹത്തിനും ലോകത്തിനും പ്രയോജനപ്രദമാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അതിനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ ഡിജിറ്റലി വിഷ്വലി നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ഇന്നിപ്പോൾ ഏതെങ്കിലും മോഹൻലാലിൻ്റെ സിനിമ, ഇപ്പം നിങ്ങളുടെ പറഞ്ഞ ദുൽഖർ സൽമാൻ്റെയോ മറ്റുള്ളവരുടെ ഏതെങ്കിലും സിനിമയുടെ ഡയലോഗ് ചോദിക്കുക ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഡയലോഗ് നിങ്ങൾ പറഞ്ഞിരിക്കും. കാര്യം അത് അവരുടെ മൈൻഡിൽ അത് ആൾറെഡി കയറി കഴിഞ്ഞു. ഇന്ന് അതാണ് ശരിക്കും നമുക്ക് വേണ്ട. കാരണം ഇത്രയും സമയം ചിലവഴിച്ചിട്ട് പഠിച്ച് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നതിനേക്കായി നല്ലത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ കിട്ടുന്ന ഒരു മെമ്മറി അത് നിങ്ങളുടെ ദീർഘകാലം നിലനിൽക്കും. അപ്പം ആ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. എനിക്കെൻ്റെ പേരൻസിനോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേരൻസിനെ എപ്പോഴും കുട്ടികളെ അസസ് ചെയ്യുന്ന രീതി വളരെ മോശമായ രീതിയിൽ ഒരു മുകളിൽ നിന്നിട്ടാണ് നമ്മൾ കാണുന്നത്. അവരുടെ മുകളിൽ നിന്ന് കാണാതെ അവരെ നമ്മളോടൊപ്പം നിന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം പലപ്പോഴും അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇതങ്ങനല്ല, ഇതെങ്ങനല്ല. കുട്ടിക്ക് എന്താണ് അവൻ്റെ ഇൻട്രസ്റ്റ്, അതനുസരിച്ചിട്ട് ഞാൻ ഈ ഡോക്ടർ സോഹൻ റോയിയുടെ ഒരു കഥ തന്നെ പറയുകയാണ്. ഞാൻ ഇന്നലെ ഒരാളോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ 2 പെൺകുട്ടികളാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ, ഇദ്ദേഹം വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ലീഡിങ് നേവൽ ആർക്കിടെക്റ്റാണ്. അപ്പം അദ്ദേഹം ഒരു മോളെ നേവൽ ആർക്കിടെക്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് UK ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ അയച്ചു. UK യൂണിവേഴ്സിറ്റിയിൽ അയച്ച് എല്ലാം അവർ പോവും, അച്ഛനും അമ്മയൊക്കെ പോവും. കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ട്, മാർക്കൊക്കെ വായിച്ച് നന്നായിട്ട് പാസ്സായി തിരിച്ചിറങ്ങി വന്നു. അപ്പോൾ തിരിച്ചിറങ്ങി വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ദുബൈയിലിരിക്കുമ്പോൾ അവരെന്തോ ഒരു കാര്യത്തിനകത്ത് മോള് ജോലി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞ്, ഡാഡി ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. എനിക്ക് അച്ഛനോട് എന്ത് ഏരിയ എന്ന് ചോദിച്ചു പറഞ്ഞു, ദിസ് ഈസ് നോട്ട് മൈ ഏരിയ, ഇതല്ല എൻ്റെ ഏരിയ, എനിക്കിതിനകത്ത് ഒരു താല്പര്യമില്ല. അപ്പോൾ ഈ സോഹൻ റോയിനോട് പറഞ്ഞു, ഞാൻ ഇത്രയും ലോകം മുഴുവൻ ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ മോളെയോ എൻ്റെ മക്കളെ എനിക്ക് അസസ് ചെയ്യാൻ സാധിച്ചില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞു, എന്താണ് ഇതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പിന്നെ ഒന്നും മാർഗ്ഗമില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഓക്കെ, നിൻ്റെ താല്പര്യം ഇതാണെങ്കിൽ നീ അത് പഠിച്ചു. പക്ഷേ നൗ ഷീ ഈസ് ദ ലീഡിങ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇൻ ദുബൈ. ദുബൈയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് ഈ നേവൽ ആർക്കിടെക്ട് പഠിച്ച കുട്ടിക്ക് മാറാൻ സാധിച്ചു. കാര്യം അദ്ദേഹം പേരൻറ്റിന് പൈസ ഉണ്ടായിരുന്നു, പഠിപ്പിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ നിർബന്ധിച്ച് അന്ന് പുള്ളി പറയുന്നത്, ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഞാൻ അവരോട് ചോദിച്ചിട്ടില്ലായിരുന്നു എന്താണ് നിങ്ങളുടെ താല്പര്യം, എന്താണ് നിങ്ങളുടെ പാഷൻ. നമ്മളെല്ലാ കുട്ടികളെയും ഡോക്ടറാക്കണം, എൻജിനീയർ ആക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കണമെന്ന് പറഞ്ഞ് നമ്മൾ, പക്ഷെ ഒരിക്കലെങ്കിലും നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ആകേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. ഇന്ന് ജോലിയാണ് നമ്മൾ പറഞ്ഞത്, ജോലിക്ക് വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത്. അത് നേരത്തെ ആരോട് പറഞ്ഞു, ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. നമ്മളെല്ലാവരും ഓരോ എൻ്റർപ്രണർ ആയിരിക്കണം. എന്തെങ്കിലും ജോലി ഒരു സാധ്യത. ഇന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. എന്തൊരു പ്രൊഡക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും എന്തൊരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അത് ഇന്ത്യയാണ് അവരുടെ ഏറ്റവും വലിയ കൺസ്യൂമർ മാർക്കറ്റ്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഓരോ എൻ്റർപ്രൈനറാണ് നിങ്ങൾ ആകേണ്ടത്. അല്ല എനിക്ക് വളർന്നിട്ട് എനിക്ക് ഇന്ന ജോലി വേണം, ഇന്ന ജോലി വേണ്ട എന്നുള്ള. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ നോർമലി നിങ്ങളുടെ കരിയറിനെ കുറിച്ചിട്ട് ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാറുണ്ടോ?
നിങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് റിലേറ്റഡ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട്? ആരെങ്കിലും പറയാം? ഹലോ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ് എന്താകണം, മോഹം എന്താകണം വളർന്നു വന്നിട്ട്? ആയിരിക്കുന്ന മൂന്നാമത്തെ കുട്ടിയോടെ ഞാൻ ചോദിക്കുന്നത്, ഈ ഫ്രണ്ടിലെ ടീച്ചറാകണം. ടീച്ചർ നല്ല പ്രൊഫഷനാണ്. ടീച്ചറാകണമെന്ന് ആഗ്രഹിച്ചു. അപ്പം മോള് ടീച്ചറാകണമെന്നുണ്ടെങ്കിൽ എന്താണ് ടീച്ചറിൻ്റെ ക്വാളിറ്റി? മോളുടെ ടീച്ചറെ കണ്ടിട്ടായിരിക്കും പഠിച്ചിരിക്കുന്നത്, കറക്റ്റ് അല്ലയോ? പക്ഷെ മോള് വളർന്നൊരു 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞ് വരുമ്പോൾ ഇന്ന് പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ടീച്ചർ പഠിപ്പിക്കേണ്ടതെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചോദ്യം ചോദിച്ചത് തെറ്റായിട്ടുള്ള ഒരാളുടെ, നോർമലി വേറെ ആരോടും ചോദിക്കണ്ടേ. ശരിക്കും നമ്മൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രൊഫഷനാണ്. ഞാനിന്ന് രാവിലെ ഗീത ടീച്ചർ നമ്മുടെ സജി സാറും ഞങ്ങളെല്ലാം കൂടെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത്, ഞാൻ ഇന്നലെ ഇരുന്ന് ആലോചിക്കരുത് എൻ്റെ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് പഠിപ്പിച്ച എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേര്. ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് ഒരാളുടെ പേരൊഴിച്ച് ബാക്കിയുള്ളവരുടെയും കിട്ടി. പിന്നെ ഞാനത് ആ പേരും കണ്ടുപിടിച്ചു. നിങ്ങളൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പഠിപ്പിച്ചു വിട്ട ഓരോ അധ്യാപകരുടെയും പേര് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയണം. ഇന്ന് രാവിലെ എന്നോട് പത്മകുമാറിന് പറയുന്നുണ്ടായിരുന്നു, അവരുടെ എല്ലാവരുടെയും ഒരു ഫോട്ടോ എടുത്തിട്ട് അതിന് ഒരു ആൽബമാക്കി വെക്കണം. കാര്യം അവരാണ് നമുക്ക് വഴികാട്ടികളായത്. ഇന്നും നമുക്ക് വഴികാട്ടികളാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരാണ്. അതിനോടൊപ്പം ഞാനൊരു കഥയും പറഞ്ഞു. MD വാസുദേവൻ നായർ അമേരിക്കയിൽ പോയി. ഞങ്ങൾ ജ്ഞാനപീഠ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ബോംബെയിൽ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കി. ആ ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയ്ക്ക് പുള്ളി പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അമേരിക്കയിലെ ഏറ്റവും ഉന്നത നിലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പുള്ളി അവിടുത്തെ ഒരു അവിടുത്തെ ഒരു സിറ്റിസനെയാണ് കല്യാണം കഴിച്ചത്. അവർ ആരും വീട്ടിൽ വന്നിട്ട് ഇംഗ്ലീഷ് അല്ലാതെ വേറെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ കാര്യം ഒന്ന് പോക്കാം. അതുകൊണ്ട് സംസാരിക്കാനേ പറ്റത്തില്ല. അപ്പോൾ MD വാസുദേവൻ നായർ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കും. അത്രയും വലിയ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഇവർക്ക് സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ നടത്തണമെങ്കിൽ ഇത് ഇംഗ്ലീഷിലേ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം MD അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെ നീ ഇതൊക്കെ സഹിക്കുന്നെന്ന് വെച്ചു. എനിക്ക് ഒരു സന്തോഷമേ ഉള്ളൂ, ഞാൻ 2 കാര്യങ്ങൾ ചെയ്യുന്നത് മലയാളത്തിലാണെന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1 സ്വപ്നം കാണുന്നത്, 2 നോട്ട് എണ്ണുന്നത്. ഈ 2 കാര്യങ്ങൾക്കും ഭാര്യയുടെ അനുമതിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ ഭാഷ, നമ്മളുടെ സംസ്കാരം, നമ്മളിതെല്ലാം. അപ്പോൾ നമ്മുടെ സംസ്കാരം ഇതെല്ലാം നമ്മൾ പരിപോഷിക്കാനും കാത്തുരക്ഷിക്കാനും നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഞാൻ അടുത്ത കുട്ടിയോട് ചോദിക്കുക, ആ മോനോട്, രണ്ടാമതിരിക്കുന്ന എന്താകണമെന്നാണ് ജീവിതത്തിൽ ആഗ്രഹം? സിവിൽ സർവീസ്. വളരെ നല്ല ഞാൻ എൻ്റെ അടുത്ത പോയിന്റിലേക്ക് വരുവാണ്. എന്തായാലും മോനത് കാരണമായെന്നല്ലേ, സിവിൽ സർവീസ് ആകണം. അതാണ് ഏറ്റവും വലിയ. അത് സിവിൽ സർവീസ് ആകാൻ വേണ്ടിയിട്ട് മോൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ? പേരെന്താണ്? അൽ-അമീൻ. എന്താണ് മോൻ അൽ-അമീൻ സിവിൽ സർവീസിന് ജോയിൻ ചെയ്യണമെന്ന് ഇപ്പോഴേ എത്ര വയസ്സുണ്ട്? 16 വയസ്സ്. ഇപ്പൊ 11th-ലാണോ? +1. അത് തന്നെ. അപ്പം എന്താണ് നമ്മൾ അതിനുവേണ്ടി ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്? സിവിൽ സർവീസിന് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ എനിക്കൊന്ന് ജസ്റ്റ് എൻ്റെ ഒരു നോളജിന് വേണ്ടി പറയാം, എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് അവിടെ ഇരിക്കും. ഇന്ന് ഈ കുട്ടികൾ കരിയറിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു സർവേ നടത്തി. അവർ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹൈലി പെയ്ഡ് ജോബ് ഏതാണെന്നുള്ളത് നോക്കുന്നത്. അപ്പം ഏറ്റവും പെയ്ഡായിട്ടുള്ള ജോബ് ആ ജോബിനാണ് പിന്നെ അവരുടെ ശ്രദ്ധ. ആ ഒരു ജോലി അവർക്ക് ചെയ്താൽ മതി. പിന്നെ നോക്കുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രാജ്യം ഏതാണ് ജീവിക്കാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. എൻ്റെ സ്കില്ല് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം തീരെ കുറവാണ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ നോളജ് എങ്ങനെ എൻഹാൻസ് ചെയ്യുക, എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയത്നം. നിങ്ങളുടെ നോളജ് എൻഹാൻസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമൂഹത്തിലോ നിങ്ങളുടെ ജോലിയിലോ നിങ്ങളുടെ ബിസിനസ്സിലോ വേറെ എന്ത് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് രംഗത്ത് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓരോ ദിവസവും ലോകത്ത് ഈ ഹ്യൂമൻ HR റിക്രൂട്ട്മെൻറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുള്ള കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കും. കാര്യം ഇത് പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ നാളെ എൻ്റെ ബിസിനസ് ട്രബിളിലാവും. എന്താണ് ന്യൂ ടെക്നോളജീസ് വരുന്നത്? എൻ്റെ മോനിപ്പം കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറയും, ഇന്ന കാര്യങ്ങൾ ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്, നീ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് എനിക്ക് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പറയും. നമ്മളും സ്റ്റുഡൻറ്റാണ്, നമ്മൾ ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ സിവിൽ സർവീസ് കോച്ചിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ സമയത്ത് നമ്മളിവിടെ മാനേജ്മെൻറ്റോട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ഈ പറയുന്ന 11 വയസ്സ് തൊട്ട് സിവിൽ സർവീസ് കോച്ചിങ് ഇവിടെ പത്മകുമാർ സാർ ഇരിപ്പുണ്ട്. അവർ ആൾറെഡി
കൃഷ്ണപുരത്ത് SN സ്കൂളിൽ സിവിൽ സർവീസ് കോച്ചിങ് ആൾറെഡി സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞ് 285 ആപ്ലിക്കേഷൻ അവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 100 വരെ എടുക്കത്തുള്ളൂ. ഇന്ന് രാവിലെ ഞങ്ങൾ കുറേ നേരം ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഇത് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാതിനിധ്യം വേണമെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസിൽ ജോയിൻ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമത്തെയോ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയോ നിങ്ങളുടെ ആര് വേണമെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അപ്രോച്ചബിൾ മന്ത്രിമാരും മാറി വരും, MLA മാരും MP മാറും. പക്ഷേ സിവിൽ സർവീസുകാർ ഒരു പ്രാവശ്യം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 60 വയസ്സും 65 വയസ്സും വരെ അവിടെ തന്നെ ഉണ്ടാവും. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റീഡിങ് ഹാബിറ്റ്സ്. ന്യൂസ് പേപ്പേഴ്സ് 7ാം ക്ലാസ് തൊട്ടോ 6ാം ക്ലാസ് തൊട്ടോ നിങ്ങൾ ഡെയിലി വായിക്കുക, അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യണം. അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത്, നമ്മളുടെ സ്കൂളിൽ ഇപ്പോൾ ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ പറ്റും. ഒരു 10, 20, 30 കുട്ടികളെ കണ്ടെത്തുക, 7ാം സ്റ്റാൻഡേർഡ് +2ൻ്റെ ഇടയ്ക്കുള്ള അവർക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആൾക്കാരെ കണ്ടെത്താം. നമ്മുടെ റാണിയുടെ ഹസ്ബൻഡ് അവിടെ ഇരിപ്പുണ്ട്, ഡോക്ടർ അനുജ്. ഒന്ന് എണീക്കോ. നമ്മുടെ റാണി IRS, ഇവിടുത്തെ റാണിയുടെ ഹസ്ബൻഡാണ്. റാണി ഇന്ന് IRS ക്ലാപ്പനയിൽ നിന്ന് IRS കിട്ടി ഒരു നല്ല പൊസിഷനിൽ അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഇന്നലെ റാണിയായിട്ട് 1/2 മണിക്കൂറോളം സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ പഠിച്ചിട്ട് പോയ സ്കൂളാണ്, നമ്മുടെ സ്കൂളിൽ എന്തുകൊണ്ട് സിവിൽ സർവീസ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തുകൂടാ? അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞ് തീർച്ചയായിട്ടും ചെയ്യാം. ഞാൻ പറഞ്ഞു അനൗൺസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു മീറ്റിങ്ങിൽ. തീർച്ചയായിട്ടും ചെയ്തോളാം പറഞ്ഞ്. റാണി എല്ലാവിധ സപ്പോർട്ടുകളും സിവിൽ സർവീസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 5 IAS സിവിൽ സർവീസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ നമുക്ക് അറേഞ്ച് ചെയ്യാം. നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ പ്രിൻസിപ്പളിൻ്റെയും ഹെഡ് മാസ്റ്ററുടെയും ഡ്യൂട്ടിയാണ് കുറച്ച് കുട്ടികളെ നമ്മൾ കണ്ടെത്തുക. അവർക്ക് വേണ്ട ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ആഴ്ച നമ്മൾ ഇതേമാതിരി ക്ലാസ്സസ് സംഘടിപ്പിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുട്ടികൾ സിവിൽ സർവീസിലോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ എല്ലാ കുട്ടികളും മിടുക്കന്മാരാണ് പഠിത്തത്തിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും. പക്ഷേ നമ്മളൊരു ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യുമ്പോഴോ ആരെങ്കിലോട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴോ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ്. ആൾക്കാർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള കുട്ടികൾ സ്കൂളിൽ വളർന്നവരൊക്കെ. കാര്യം അവരുടെ കുഴപ്പമില്ല, കാര്യം അവിടെ പഠിപ്പിക്കുന്നത് മലയാളത്തിലാണ്, മലയാളത്തിൽ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് അത് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് കുറച്ച് കുട്ടികളെ, ഒരു 100 കുട്ടികളെയോ 50 കുട്ടികളെയോ എടുത്തിട്ട് അവർക്ക് ലാംഗ്വേജ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. ലാംഗ്വേജ് ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു 2 or 3 അധ്യാപകർ മതി. അല്ലെങ്കിൽ പുറത്ത് വോളണ്ടറി ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളുണ്ടാവും, അധ്യാപകരുണ്ടാവും. അവർ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടൊരു വോളണ്ടറി ആയിട്ട് ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു സമയത്ത് എനിക്കറിയാം, ഇവിടെ കുട്ടികളെ കിട്ടാതെ ടീച്ചർമാരൊക്കെ വെക്കേഷൻ സമയങ്ങളിൽ പല വീടുകളും പോയിട്ട് അഡ്മിഷന് വേണ്ടി. പക്ഷേ ഇന്ന് അത് മാറും. നമ്മളുടെ സ്കൂളിൻ്റെ സ്റ്റാച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു 3D തിയേറ്റർ, ഇതേമാതിരി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവുന്ന ലാംഗ്വേജ് ട്രെയിനിങ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ സിവിൽ സർവീസ് കോച്ചിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആഡ് ഓൺ സർവീസസ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഫിലിം ക്ലബ്ബ്, ടാലൻറ്റ് ക്ലബ്ബ്, ഇതൊക്കെ നിങ്ങളുടെ കലാവാസനകളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ വെച്ചിരിക്കുന്ന ഈ ചിത്രങ്ങൾ കണ്ടിട്ടില്ല, ഇവരെല്ലാവരും 1, 2, 3, 4, 5 ആൾക്കാരുടെ പിക്ചറുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരുടെയും ചിത്രങ്ങൾ ഇവിടെ വരണം അടുത്ത ഒരു മീറ്റിംഗ് വരുന്ന സമയത്ത്. അതായിരിക്കണം നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങൾക്കെല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട്. ആ കഴിവുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. താരസമയം എന്ന് പറഞ്ഞ സിനിമ, ഹിന്ദി സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട്? താരസമയം എന്ന് പറയുന്ന സിനിമ കാണണം. അമീർ ഖാൻ എന്ന് പറയുന്ന ആ ഒരു അധ്യാപകൻ എത്ര ഇതായിട്ടുള്ള കുട്ടികളെയാണ്. അപ്പോൾ അതാണ്, അധ്യാപകരാണ് ശരിക്കും കുട്ടികളുടെ കഴിവുകളെ കണ്ടെത്തേണ്ടത്. ആ കഴിവുകളെ പരിപോഷിച്ചിട്ട് അവരെ വളർത്തി അവരെ അഗ്രഗണ്യരാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ പറ്റുന്നത്. കാരണം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. അപ്പോൾ സ്കൂളിലുള്ള നിങ്ങളുടെ എല്ലാ അധ്യാപകരും വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ 100% റിസൾട്ടും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എല്ലാവരും വളരെ നല്ല, എല്ലാ അധ്യാപകരോടും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണുള്ളത്. അവരെല്ലാവരും നല്ല രീതിയിലാണ്. ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ 8 മണിക്കും 7 മണിക്കൊക്കെ വീട്ടിൽ വന്ന കഥകളൊക്കെ പറയാറുണ്ട്. കാര്യം അവർ അത്രയും നേരം കുട്ടികളെ എക്സ്ട്രാ ക്ലാസ്സസ് ഒക്കെ എടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുവാണ്.
ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ, പഠിത്തത്തോടൊപ്പം തന്നെ ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേയേറെ സമയം കൂടെ ചെലവഴിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന സമൂഹം, ഞാൻ പറഞ്ഞുള്ള നിങ്ങളൊരു 5 വർഷമോ 10 വർഷമോ കഴിയുമ്പം ഈ സ്കൂളിൻ്റെ സ്റ്റാച്ചർ വേറൊരു ലെവലിലേക്കായിരിക്കും മാറാൻ പോകുന്നത്. ഇതൊരു മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനമായി കേരളത്തിൽ നമുക്ക് മാറ്റാൻ സാധിക്കണം. അതിന് ഒത്തൊരുമിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാവർക്കും ആവശ്യം. കാര്യം അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേറെയും പറയണമെന്നുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ കുറച്ച് സ്റ്റേജ് ഫിയർ ഉണ്ട്. മനുഷ്യന് ജീവിതത്തിലുള്ള 2 പേടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റേജ് ഫിയറും ഒന്ന് ഡെത്ത് ഫിയറും. ഇവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാറന്മാരൊക്കെ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവരെല്ലാവരെയും ഈ വേദികൾ നമുക്കിപ്പം ഇതുണ്ട്, ഓരോ വേദികൾ ഉണ്ടാക്കുക. സോഹൻ റോയ് സാർ പറഞ്ഞ മാതിരി ഈ ചിത്രരചനാ മത്സരം ഒരു ഓൾ കേരള കോമ്പറ്റീഷൻ ആയിരിക്കണം നടത്തേണ്ടത്. ആ കോമ്പറ്റീഷൻ നടത്തിയിട്ട് അത് എല്ലാ വർഷവും നമ്മൾ നടത്തുക. അതിന് നമുക്ക് സ്പോൺസേഴ്സിനെ കണ്ടെത്തിയിട്ട് അതോടുകൂടി നമുക്ക് ഈ സ്കൂളിൻ്റെ ഓരോരോ ഇന്ന് തന്നെ മാതൃഭൂമി വാർത്ത വായിച്ച സമയത്ത് എത്ര ആൾക്കാരാണ് അതിനെക്കുറിച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ലോകം മുഴുവനും നമ്മുടെ സ്കൂളിൻ്റെ ഖ്യാതി പരന്നില്ലയോ? അപ്പം അതാണ്, നിങ്ങളാണ് ബ്രാൻഡ് അംബാസഡേഴ്സ്. ഈ കുട്ടികൾ നിങ്ങളാണ് നിങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്ത SVHSലെ സ്റ്റുഡൻസ് നിങ്ങളാണെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് ഇത്രയും നല്ല ഫെസിലിറ്റീസ്, ഞങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്ത് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെന്നല്ലോ ഇവിടെ പഠിച്ചിട്ടൊക്കെ ഉള്ളത്. ഇന്ന് നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റി ഫിംഗർ ടിപ്സിനകത്ത് ഇൻഫർമേഷൻസ് ഉണ്ട്. നമുക്ക് അന്നൊരു ലൈബ്രറിയോ അല്ലെങ്കിൽ നമ്മുടെ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരായിരുന്നു. അവരുടെ നോളജിലേക്ക് നമ്മുടെ നോളജ് ലിമിറ്റ് ചെയ്യുമായിരിക്കും. ഇന്ന് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ, ഇപ്പോൾ ടീച്ചറെ പോലും കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന നോളജ് ഗ്യാദർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ അധികം നീട്ടുന്നില്ല. എല്ലാവർക്കും, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും, ഇതിൻ്റെ മാനേജർക്കും മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കും സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പള്, ബാക്കിയുള്ള എല്ലാ അധ്യാപകരും, നാട്ടുകാരായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. ഇതിങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞാൽ വലിയ എഫർട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ എഫർട്ട്. അതായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെ ശ്രദ്ധ. ഇതിൻ്റെ ടെക്നോളജി, ഈ കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ ഇതിനകത്ത് നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ ഒരു 2 വർഷവും 4 വർഷം കഴിയുമ്പോൾ ഇത് അടഞ്ഞു പോകും. അതല്ല വേണ്ടത് നമുക്ക്. ഇതിനെ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ അതിനെ യൂസ് ചെയ്യാനും അതിനെ യൂട്ടിലൈസ് ചെയ്യാനും അതാണ് നമുക്ക് വേണ്ടത്. ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഈ 3D എഡ്യൂക്കേഷണൽ തിയേറ്റർ വളരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.